അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും വിജയിപ്പിക്കുകയും നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ വിശകലനം ചെയ്യാൻ മുതിരുകയാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനാലിസിസ്, ഒരു അപഗ്രഥനം, അങ്ങനെ തന്നെ പറയാം. നമ്മൾ പരിശുദ്ധ റമദാനിൽ നോമ്പിലൂടെയും നിസ്കാരത്തിലൂടെയും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം വ്യക്തിഗതമായ ആത്മീയതയിൽ ഒതുങ്ങാൻ പാടില്ലാത്തതാണ്. പടച്ചതമ്പുരാൻ നമ്മളെ വിലയിരുത്തുക മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ ആധാരത്തിലാണ്. ഒരാൾക്ക് അവനിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരവകാശവും അനുവാദവും യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്നില്ല. ഒരാൾ ഞാൻ സ്വയം നന്നാകുന്നു, എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരട്ടത്തൊരു മൂലയിലിരുന്നാൽ കാര്യം ശരിയാണ്, അയാൾ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇരട്ടത്തൊരു മൂലയിലിരുന്നിട്ട് അയാൾ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അയാൾ തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാന്റെ പക്കൽ സ്വീകാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലാതെ. അങ്ങനെ ഒരു സംഗതി മനുഷ്യർക്ക് ചിലപ്പോൾ വേണ്ടിവരും എന്ന് പ്രവാചകൻ താക്കീത് ചെയ്തിട്ടുണ്ട്. ലോകം അത്രയും ദുഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആടുകളെയും തെളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോകുന്നവരായിരിക്കും സ്വയം രക്ഷപ്പെടുത്തുന്നവരെന്ന അർത്ഥത്തിലുള്ള ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ ആത്യന്തികമായിട്ട് ലോകത്തൊരു നന്മയും ബാക്കിയില്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദർഭം മാത്രമാണ്. മാത്രവുമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേയ്ക്കാൻ പോകാൻ പറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അത് വളരെ കാൽപ്പനികമായ, വളരെ രൂപകാത്മകമായ, അന്യാപദേശപരമായിട്ടുള്ള ഒരു വർത്തമാനമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ച സംഭവത്തിലേക്ക് പോയാൽ, സുമാമത്ത് ബിൻ ഉസാൽ എന്ന പേരിൽ ഒരാളുണ്ടായി. അദ്ദേഹം വെറും ഒരാളല്ല, ബനു ഹനീഫ എന്ന ഗോത്രത്തിന്റെ തലവനാണ്. ജാഹിലിയ കാലത്ത്, അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഒരുപാട് ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും വരുത്തി വെച്ചിട്ടുള്ള ഒരാളാണ്. പ്രവാചകനോട് കഠിനമായ ദ്വേഷം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരാൾ. ഒരു യുദ്ധത്തിൽ അയാളെ സ്വഹാബികൾ പിടികൂടി. നേതാവായതുകൊണ്ട് തന്നെ അയാളെ നേരെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ ഒരു തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ കെട്ടിയിട്ടു. കെട്ടിയിട്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലൊക്കെ അയാളെ വളരെ നന്നായി പരിചരിക്കുന്നുണ്ട് എല്ലാവരും എന്ന് ഉറപ്പുവരുത്തി. അയാളോട് മുഖം കറുത്തൊരു വർത്തമാനം പോലും പറയാൻ തന്റെ അണികളെ പ്രവാചകൻ അനുവദിച്ചില്ല. അയാളെ ദ്വേഷിക്കാനോ അയാളെ ആക്ഷേപിക്കാനോ ഒന്നും അനുവദിച്ചില്ല. ഉപദ്രവിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും വിട്ടില്ല. കെട്ടിയിട്ടു എന്ന് മാത്രം. കെട്ടിയിടലൊരു പീഡനമായിട്ട് കണക്കാക്കാമെങ്കിൽ അതങ്ങനെ, കുഴപ്പമില്ല. അത് പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാക്കും. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് വന്നിട്ട് ഉസാമയോട് ചോദിച്ചു, ഈ സുമാമയോട് ചോദിച്ചു, മാതാ ലദൈക ലി തഖൂല യാ സുമാമ, ഇപ്പോഴെന്ത് പറയുന്നു സുമാമ? ഇയാൾ വലിയ കരുത്തനായ ഒരു നേതാവായിരുന്നു. അയാളോട് ഏറ്റുമുട്ടിയിട്ട് ആരും വിജയിച്ചിട്ടില്ല. അയാൾ ആദ്യമായിട്ട് പരാജയപ്പെടുകയാണ്. അതേസമയം വിജയി പരാജിതനോട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന സ്വഭാവത്തിലല്ല നബി അദ്ദേഹത്തോട് പെരുമാറുന്നു. അപ്പൊ മദീന പള്ളി മുസ്ലിങ്ങളുടെ സംസ്കാരം, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സുമാമക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഇതാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ. ആ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ഇപ്പോ നീ എന്ത് പറയുന്നു സുമാമ എന്ന് ചോദിച്ചതാണ്. ഒന്നാമത് നിന്റെ പ്രതാപങ്ങളൊക്കെ തീർന്നില്ലേ? നീ വലിയൊരാളാണ് എന്ന് നീ കരുതിയിരുന്നല്ലോ. വലിയ നേതാവാണ്, കരുത്തനാണ്, ശക്തനാണ്, യുദ്ധനിപുണനാണ്, രാജ്യതന്ത്രജ്ഞനാണ്. എന്നിട്ട് ഇപ്പോഴെന്തായത്? അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് മുസ്ലിങ്ങളുടെ ജീവിതവും കൾച്ചറും സ്വഭാവവും ഒക്കെ നീ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും പ്രവാചകൻ ചോദിച്ചില്ല. പ്രവാചകന്റെ ചോദ്യം ഇത് മാത്രമാണ്, ഇപ്പൊ നീ എന്ത് പറയുന്നു സുമാമ?
ആ സമയത്ത് സുമാമ പറഞ്ഞു, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ രക്തത്തിന് വിലയുള്ള ഒരു മനുഷ്യനാണ് കൊല്ലുന്നത് എന്ന് നീ മനസ്സിലാക്കണം. അപ്പോഴും അദ്ദേഹത്തിന്റെ ആ അഹംബോധം വെടിയുന്നില്ല. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ രക്തത്തിന് വളരെയധികം വിലയുള്ള ഒരു മനുഷ്യനെയാണ് നീ കൊല്ലുന്നത് എന്ന് മനസ്സിലാക്കണം. അതേസമയം നീ എന്നോട് ദയവ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് നിനക്ക് മനസ്സിലാവും. നന്ദിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് നിനക്ക് മനസ്സിലാവും. ഇനി നിനക്ക് വേണ്ടത് സമ്പത്താണെങ്കിൽ ഞാനത് എത്ര വേണമെങ്കിലും തരും എന്നൊരു വർത്തമാനം സുമാമ തിരിച്ചങ്ങോട്ട് പറഞ്ഞു. ഒന്നും പറയാതെ പ്രവാചകൻ അയാളെ വിട്ടേക്കുകയും ചെയ്തു. രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. മറുപടിയും അത് തന്നെയായിരുന്നു. പ്രവാചകന്റെ ചോദ്യം, സുമാമയുടെ മറുപടി, രണ്ടും ഒന്ന് തന്നെയാണ്. മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ സുമാമ അതേ മറുപടി തന്നെ പറഞ്ഞു. പ്രവാചകൻ അനുചരന്മാരോട് അയാളെ അഴിച്ചു വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞു. അനുചരന്മാർ അയാളെ അഴിച്ചു വിട്ടു. പിന്നെയാണ് അത്ഭുതം സംഭവിച്ചത്. അയാൾ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരെ നടന്നപ്പോൾ അയാളുടെ ആളുകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ചെന്നു. അവരുടെ കൂട്ടത്തിൽ ചെന്നതിന് ശേഷം അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി. എന്നിട്ട് തിരിച്ച് പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുമാമ പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, ലോകത്ത് നിന്റെ മുഖത്തെക്കാൾ വെറുപ്പുള്ള മറ്റൊരു മുഖവും എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ മുഖത്തെക്കാൾ മറ്റൊരു മുഖത്തെയും സ്നേഹിക്കുന്നില്ല. ഈ ലോകത്ത് നിന്റെ ദീനിനേക്കാൾ വെറുപ്പുള്ളതായിട്ടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിന്റെ ദീനിനേക്കാൾ മറ്റൊന്നിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ലോകത്ത് നിന്റെ നഗരത്തെക്കാൾ, ഈ മദീന നഗരത്തെക്കാൾ വെറുപ്പുള്ള, ദേഷ്യമുള്ള, ശത്രുതയുള്ള മറ്റൊരു സ്ഥലവും എനിക്കുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ഥലം നിന്റെ മദീനയാണ്, നിന്റെ നഗരമാണ് എന്ന് സുമാമ പറയും. പിന്നെന്തിനാണ് ഇദ്ദേഹം തിരിച്ചു പോയത്? അവിടെ നിന്ന് അത് ചെയ്യാമായിരുന്നു. പക്ഷെ സുമാമ ധീരനായ ഒരു വ്യക്തിയാണ്. ആ തൂണിന്റെ മേലെ കെട്ടിയിട്ടെടുത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പേടിച്ചിട്ട് ചൊല്ലിയതാണ് എന്ന് അയാളെ കുറിച്ച് ചരിത്രം എഴുതി വെച്ചേക്കും. അതയാൾ ഇഷ്ടപ്പെട്ടില്ല. അയാൾ വളരെ സുരക്ഷിതനായതിനു ശേഷമാണ്, അയാളുടെ അവസ്ഥ എല്ലാ അർത്ഥത്തിലും ഭദ്രമായതിനു ശേഷമാണ് അയാൾ കലിമ ചൊല്ലുന്നതും പ്രവാചകന്റെ അനുയായി ആയി മാറുന്നതും. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉംറ ചെയ്യണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. പക്ഷെ ഇനി ഞാൻ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് മാത്രമേ ഉംറ ചെയ്യുകയുള്ളൂ. ഫതഹ് മക്കയ്ക്ക് ശേഷമാണ് അദ്ദേഹം പിന്നീട് ഉംറ നിർവഹിച്ചത്. അപ്പൊ ഈ ഒരു പരിവർത്തനം, ഇതിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാം എന്നിവിടെ പറഞ്ഞത്. ഒരുപാട് തലങ്ങളും ഒരുപാട് പാഠങ്ങളും. സംഭവങ്ങൾ വെറുതെ വായിച്ചു പോയാൽ പറയുന്ന ആൾക്ക് കുറെ കരയാം, കേൾക്കുന്ന ആൾക്കും കുറെ കരയാം, വലിയ പ്രയോജനമൊന്നുമില്ല. അതേസമയം സംഭവങ്ങളെ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്താൽ അത് നമ്മുടെ ഒരു അറിവായിട്ട് മാറും. നമ്മൾ തന്നെ കണ്ടെത്തുന്ന നമ്മുടെ അറിവായിട്ട് മാറും. നമ്മുടെ ഏതൊരു പ്രക്രിയയും അന്വേഷണമായിട്ട് മാറണം, അതുപോലെ അധ്യയനമായിട്ട് മാറണം. ഒരു ഖതീബ് എന്ന് പറഞ്ഞാൽ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളല്ല, മറിച്ച് ആളുകളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളാണ്. പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു, എല്ലാ തത്വചിന്തകരും അങ്ങനെയായിരുന്നു. ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാരും പഠിപ്പിച്ചവരല്ല. ഒരു ഖതീബ് എന്ന് പറഞ്ഞാൽ വരണ്ട ഉപദേശങ്ങൾ നൽകുന്നവനല്ല. ഇതൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. മറിച്ച് നന്മ കണ്ടെത്താൻ, നന്മ അനുവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നവനാണ്. അതിന് നമ്മുടേതായ അറിവുണ്ടാവണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരറിവ്, അതിനുള്ള വിത്താണ് നമ്മൾ ഇവിടെ നിട്ട് തരുന്നത്. അതിന് വളം നൽകേണ്ടതും വളർത്തേണ്ടതും ഒക്കെ കേൾക്കുന്നവരുടെ ചുമതലയാണ്. എന്തായിരുന്നാലും ആ ഒരു അനാലിസിസിലേക്ക് വന്നാൽ ഇതിന് എത്തിക്കലായിട്ടുള്ളൊരു വശമുണ്ട്. റമദാൻ നമ്മളെ ആത്യന്തികമായിട്ട് എന്താണ് പഠിപ്പിക്കുന്നത്? സ്വയം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിൽ അലിവുണ്ടാക്കുന്നു, ദയയുണ്ടാക്കുന്നു, സെൽഫ് റെസ്ട്രെയിൻ ആൻഡ് മെഴ്സി. ഇതാണ് റമദാൻ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ. അത് നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ, മൈൻഡിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ ഒരു പരിവർത്തനമാണ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ പ്രവാചകനുമായുള്ള സഹവാസത്തിലൂടെ ബന്ധനസ്ഥനായ അവസ്ഥയിലും സുമാമയിൽ സംഭവിച്ചതും അതാണ്. സുമാമ ആ തൂണിന്റെ മേലെ കെട്ടിയിട്ടിട്ട് അദ്ദേഹം ഇതൊക്കെ കാണുകയാണ്.
ഒന്നാമത് അയാൾ നിസ്സഹായനായി മാറി. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളുടെ ജീവിതം, അവരുടെ സന്തോഷം, അവരുടെ ആനന്ദം, അവരുടെ ആത്മീയത, അവരുടെ ജീവിതം, അവരുടെ നീതി, അവരുടെ സ്നേഹം, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ കാണുകയാണ്. സുമാമയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയാതെയാണ് ഇത്രയും കാലം അദ്ദേഹം ഇസ്ലാമിനോട് വെറുപ്പ് വെച്ച് പുലർത്തിയത്. അതാണല്ലോ പറഞ്ഞത്, നിന്റെ മുഖം കാണുന്നതിനേക്കാളും എനിക്ക് ദേഷ്യമുള്ള വേറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മറ്റൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരാൾ പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ചുറ്റിലും നടക്കുന്നതെല്ലാം കാണുക. ഇപ്പൊ പ്രവാചകനുമായുള്ള സഹവാസം സുമാമയുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കുകയാണ്. ഇതാണ് ഇതല്ലതീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചില സംഗതികളും അത് പലവരും പറഞ്ഞതാണ്. വൈദല്ലതീ ബൈനക വ ബൈനഹു അദാവത്തുൻ, യാതൊരാൾക്ക് നിന്നോട് കടുത്ത ശത്രുതയുണ്ടോ, കഅന്നഹു വലിയുൻ ഹമീം, അയാൾ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്ന ഒരു മാന്ത്രിക വിദ്യ. ആ മാന്ത്രിക വിദ്യയാണ് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ അന്തസ് എന്ന് പറയുന്നത്. നമ്മുടെ അന്തസ്, നമ്മുടെ നീതിബോധം, നമ്മുടെ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പൊ അതിലാണ് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യന്, ഈ വലിയ മനുഷ്യന് ബനു ഹനീഫ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ഗോത്രമായിരുന്നു. ആ ഗോത്രത്തിന്റെ തലവനായ മനുഷ്യന് പരിവർത്തനം ഉണ്ടായത് എന്ന് നമ്മൾ കാണും. ഇസ്ലാമിന്റെ സൗന്ദര്യം അയാൾ അനുഭവിക്കുകയാണ്. രണ്ടാമതൊരു തരം അനാലിസിസിലേക്ക് നമ്മൾ പോയാൽ അത് സോഷ്യോളജിക്കലും സൈക്കോളജിക്കലും. യഥാർത്ഥമായ കരുത്ത് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. പ്രവാചകൻ സുമാമയെ ദ്വേഷിക്കുകയോ ഉപദ്രവിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല. ഇവിടെ നമ്മൾ നമ്മുടെ തന്നെ ഈഗോയോടും കൂടി പടപരുതുന്നുണ്ട്. നമ്മളൊരാളോട് ദേഷ്യം വെച്ച് പുലർത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോയോട് ഫൈറ്റ് ചെയ്യുക എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. വിട്ടുവീഴ്ചയാണ് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഏറ്റവും അവസാനം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുമ്മ ഇന്നക അഫ്വ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പടച്ച തമ്പുരാനെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ അഫ്വാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ. അള്ളാഹുവിന്റെ ഗുണങ്ങളെ സ്വാംശീകരിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, തഖല്ലുഖൂ ബി അഖ്ലാഖില്ലാ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം എന്നാണ്. അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അനിവാര്യതയാണ് മറ്റുള്ളവരോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ ആയിരിക്കണം. അത് പലതരം കഥകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഗുണപാഠം തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിംസയുടെയും പ്രതികാരത്തിന്റെയും ആധുനിക ലോകത്ത് ഈ പറയുന്ന വികാരങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് കാണണം. മൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്തസ്സും ക്ഷമയുമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സൊസൈറ്റിയും മാറുന്നത് ആക്രമണത്തിലൂടെയല്ല, മറിച്ച് ധാർമ്മികമായ പെരുമാറ്റത്തിലൂടെയാണ്. മനസ്സിൽ വെറുപ്പ് പതഞ്ഞു പൊങ്ങിയിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ എന്ന മനുഷ്യൻ പ്രവാചകനെ എന്തായിട്ടാണ് പിന്നെ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രവാചകനെ പിന്നെ എന്തായിട്ട് ആ ഒരു 3 ദിവസം കൊണ്ട് സുമാമയുടെ ഉള്ളിൽ സംഭവിച്ചൊരു മാജിക് എന്താണ്? അപ്പൊ അതേ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. കരിച്ചു കളയുക എന്നൊരർത്ഥമുണ്ടല്ലോ റമദാൻ, ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ ശുദ്ധി വരുത്തുമ്പോൾ നമ്മുടെ ആ ശുദ്ധി മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നുള്ളത് ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ അനാലിസിസ് ആണ്. അത് നമുക്ക് തുടർന്ന് പോകേണ്ടി വരും. അത് വളരെ വിശാലമായൊരു വിഷയമാണ്. ചില പോയിന്റുകൾ മാത്രം ഇപ്പോൾ പറയാം. പലതരത്തിലുള്ള അനാലിസിസ് ഇതിന് സാധ്യമാണ്. ഒന്നാമതായിട്ട് ഫിലോസഫി ഓഫ് പവർ, അധികാരത്തിന്റെ തത്വശാസ്ത്രം. അവിടെ പ്രവാചകന്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് നീറ്റ്ഷെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആധുനിക തത്വചിന്തയിലെ നീറ്റ്ഷെ വിൽ ടു പവർ, അധികാരത്തോടുള്ള ഇച്ഛയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എന്ന് വിശ്വസിച്ചൊരു മനുഷ്യനാണ് നീറ്റ്ഷെ. അയാളെ സംബന്ധിച്ചിടത്തോളം പവർ ഈസ് ദ ഹയസ്റ്റ് ഹ്യൂമൻ പർസ്യൂട്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയത്നം എന്ന് പറയുന്നത് പവറാണ്, അധികാരമാണ്. വീണ്ടും പറയുന്നത് കരുണയും ക്ഷമയും ഒക്കെ ബലഹീനതയുടെ അടയാളങ്ങളാണ്. നീറ്റ്ഷെയുടെ അഭിപ്രായത്തിൽ കരുണയും ക്ഷമയും ഒക്കെ ബലഹീനതയുടെ അടയാളങ്ങളാണ്. അത് സ്ലേവ് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അയാൾ പറയുന്നത് അത് അടിമകളുടെ ധാർമ്മികതയാണ്. നമ്മൾ ആർജിക്കേണ്ടത് മാസ്റ്റർ മൊറാലിറ്റിയാണ്. മാസ്റ്റർ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഉടമകളുടെ ധാർമ്മികത.
അതിന് ഈ ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ബലഹീനരുടെ തോളിൽ കയറി നിന്നുകൊണ്ട് വിജയം പ്രഖ്യാപിക്കണമെന്നാണ് നീഷെ പറഞ്ഞത്. അങ്ങനെ പ്രഖ്യാപിക്കുന്നവനാണ് യൂബർമെൻഷ്. നമ്മൾ ഈ ഇൻസാനുൻ കാമിൽ എന്നൊക്കെ ഇസ്ലാമിക ചിന്തയിൽ സൂഫികൾ പറയുന്നത് പോലെ ആ ഒരു പരമകാഷ്ഠ പ്രാപിച്ച മനുഷ്യനെ നീഷെ വിശേഷിപ്പിക്കുന്നത് യൂബർമെൻഷ്. യൂബർമെൻഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മറികടന്നിട്ടുള്ള മനുഷ്യൻ എന്നാണ്. ആ ഹ്യൂമാനിറ്റിക്ക് അപ്പുറം പോയിട്ടുള്ള മനുഷ്യൻ. പക്ഷെ അയാൾക്ക് ദയുണ്ടാവില്ല, അയാൾക്ക് കരുണയുണ്ടാവില്ല. അയാൾ പവറിൽ, അതിന്റെ രണ്ടർത്ഥത്തിലും, കരുത്ത് എന്നുള്ള അർത്ഥത്തിലും അധികാരം എന്നുള്ള അർത്ഥത്തിലും, അതിൽ അയാൾ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് യൂബർമെൻഷ്. ജീനിയോളജി ഓഫ് മൊറാലിറ്റി എന്നൊരു തത്വവും കൂടെ ഉണ്ട്. അതിലാണ് ഈ സ്ലേവ് മൊറാലിറ്റി ഒക്കെ വരുന്നത്. ഇതെല്ലാം അടിമകളുടെ ധാർമ്മികതയാണ്. ഇതിപ്പോ പുരോഹിതന്മാര് അവർക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ്. അവര് ദൈവത്തെ കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യും. ദൈവമൊക്കെ പണ്ടേ മരിച്ചുപോയി. ഗേ സയൻസ് എന്ന പുസ്തകത്തിൽ നീഷെ ദൈവത്തിന്റെ മരണം പ്രഖ്യാപിച്ചു. അതിനുശേഷം ദസ്പൈക് സരതുഷ്ട്ര എന്ന പുസ്തകത്തിൽ ദൈവത്തിന്റെ ശവസംസ്കാരവും നടത്തി. അത് കഴിഞ്ഞ് ആന്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം എഴുതിയതോടുകൂടി ആ ദൈവത്തിന്റെ എല്ലാ തൽക്കീനോത്തും മറ്റെന്താണ് 40 ഒക്കെ കഴിഞ്ഞിട്ട് സാത്താനെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് നീഷേവിയൻ പ്രത്യയശാസ്ത്രത്തിന്റെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറെ നല്ലതൊക്കെ പറയുന്നുണ്ട്, അത് വേറെ വിഷയം. നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അപ്പൊ പവറിനെ സംബന്ധിച്ചുള്ള ഫിലോസഫി. മറുഭാഗത്ത് പ്രവാചകൻ എന്താണ് പറയുന്നത്? പ്രവാചകൻ കരുത്തിനെ കുറിച്ചുള്ള പ്രവാചകന്റെ വീക്ഷണം എന്താണ്? കരുത്തിനെ കുറിച്ചുള്ള പ്രവാചകന്റെ വീക്ഷണം ലൈസ ശദീദു ബിസ്സുറാത്ത്. ഒരു ഗുസ്തി മത്സരത്തിൽ എതിരാളിയെ തറപറ്റിക്കുന്നവൻ കരുത്തനാണെന്ന് ഞാൻ പറയില്ല. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. കോപമുണ്ടാകുമ്പോൾ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കുമോ അവനാണ് കരുത്തൻ. ബാക്കിയൊക്കെ ദുർബലരാണ്. സ്വന്തം ദേശത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവൻ അങ്ങേയറ്റം ദുർബലനാണ്. ഓന്റെ കാര്യം പോക്കാണ്. പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ബലഹീനനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. നീഷെ പറഞ്ഞ ബലത്തിലല്ല പ്രവാചകൻ ഉണ്ണുന്നത്. അധികാരവും മേൽക്കൈയും ഉണ്ടായിരിക്കെ വിട്ടുവീഴ്ച ചെയ്യാനാണ് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. സുമാമയോട് കാണിച്ചതും അതാണല്ലോ. സ്വന്തം വികാരത്തെ കീഴ്പ്പെടുത്തുന്ന ധാർമ്മിക ബോധം. അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ അഭിപ്രായത്തിൽ അതാണ് മാസ്റ്റർ മൊറാലിറ്റി. കാരണം നമ്മൾ നമ്മുടെ ദേശത്തിന് ഉടമകളായി മാറുകയാണ്. നമ്മുടെ ദേശത്തിനും നമ്മുടെ വികാരത്തിനും നമ്മൾ ഉടമകളായി മാറുകയാണ്. നിഷേവിയൻ യൂബർമെൻഷ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അതേസമയം എന്റെ മേൽ എനിക്ക് തന്നെ ഉടമസ്ഥാവകാശം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അപാരമായ കരുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിട്ടുവീഴ്ചയെ സംബന്ധിച്ച് ദേശത്തെ സ്വയം നിയന്ത്രിക്കുന്നതിലൂടെ സ്വന്തം ദ്വേഷത്തിൽ നിന്ന് മറ്റുള്ളവരെയും സ്വയവും രക്ഷിക്കുകയാണ് ഒരാൾ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ശത്രുവിനെയും രക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകന്റെ കാഴ്ചപ്പാട്. അതാണ് ആ ഒരു താരതമ്യം മാത്രം ഇവിടെ നടത്തിയതാണ്. അപ്പോൾ ഫിലോസഫി ഓഫ് പവർ അത് സുമാമയുടെ ഈ സംഭവത്തിൽ വരുന്നത്. രണ്ടാമതൊരു പ്രശ്നം കാണാൻ സാധിക്കുന്നത് ഫിലോസഫി ഓഫ് ഹേറ്റ്രഡ് ആൻഡ് ലവ്, അതായത് വെറുപ്പിന്റെയും സ്നേഹത്തിന്റെയും തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഇസ്ലാം എന്ന ദീനിന്റെ മറുഭാഗത്ത് നിൽക്കുന്നത് ഫ്രോയിഡിയൻ അനാലിസിസ്. ഫ്രോയിഡ് പറഞ്ഞതിലും ഒരുപാട് ശരികളുണ്ട് കേട്ടോ. ഇവിടെ ചില അടിസ്ഥാനങ്ങൾ മാത്രമാണ് പറയുന്നത്. കാര്യം തിരിയാൻ വേണ്ടി ചില കമ്പാരിസൺസ് അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ഫ്രോയിഡിയൻ അനാലിസിസ്, ഫ്രോയിഡ് പറയുന്നത് റിപ്രസ്ഡ് ഇൻസ്റ്റിങ്സ്, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, അടിച്ചമർത്തപ്പെട്ട സഹജവാസനകൾ. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ കേവല വികാരമല്ല, മറിച്ച് സഹജവാസനകൾ, മനുഷ്യന്റെ നേച്ചറിൽ തന്നെയുള്ള വാസനകൾ, അടിച്ചമർത്തപ്പെട്ട ആ പ്രേരണകളാണ് എല്ലാ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് തന്നെ. അതാണ് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അതാണ് എന്നാണ് ഫ്രോയിഡിയൻ തിയറി. അദ്ദേഹം ആ പ്രേരണകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈറോസ് ആൻഡ് തനാറ്റോസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. രണ്ട് തത്വങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഈറോസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, പറഞ്ഞാൽ ജീവിതാസക്തി എന്നൊക്കെ പറയാം. അതേസമയം തനാറ്റോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഡ്രൈവ് എന്നാണ് അതിന്റെ വിവർത്തനം. ഡെത്ത് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മരണപ്രേരണ. അതേസമയം മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന പരലോക വിശ്വാസം ഇല്ലാത്തവൻ ധാർമ്മികതയെ മരണഭയവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അത് അങ്ങേയറ്റം അധാർമികമായി മാറും. ആലോചിച്ച് നോക്കണം. പരലോക വിശ്വാസം ഇല്ലാത്ത എല്ലാവരും അധർമ്മികളാണെന്നല്ല പറയുന്നത്. പക്ഷെ പരലോക വിശ്വാസം ഇല്ലാത്ത ഒരാൾ ധാർമ്മികതയെ ജീവിതത്തിന്റെ നൈമിഷികതയുമായി ബന്ധപ്പെടുത്തുമ്പോൾ സാധാരണ പറയും, നമ്മളൊക്കെ എന്നല്ല, ചുറ്റിലുമുള്ള സാധാരണക്കാർ തന്നെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്താ ജീവിതം പരമാവധി എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അതിന് കൃത്യമായ ചില രീതികളുണ്ട്, അതിന് ആശാസ്യമായ ചില വഴികളുണ്ട് എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ എൻജോയ് ചെയ്യേണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. എന്നാൽ ജീവിതം ആസ്വദിക്കുക എന്നിടത്ത് ധാർമ്മിക പരിധികൾ ബാധകമല്ല എന്ന് വരുന്നത് കഷ്ടമാണല്ലോ.
ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വാർത്ഥതയും വിദ്വേഷവും ഒക്കെ മനുഷ്യന്റെ സഹജമായ വികാരങ്ങളാണ് എന്നാണ് പറയുന്നത്. അതേസമയം പ്രവാചകൻ സുമാമയോട് കാണിച്ചത് ഈ വക സംഗതികളൊന്നുമല്ലല്ലോ. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിപ്രസ്ഡ് ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പ്രവാചകന്റെ നേച്ചുറലായിട്ടുള്ള ഫിത്തിരി ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, അദ്ദേഹത്തിന്റെ സഹജമായ വാസനകൾ, ആ സഹജമായ വാസനകളാണ് സുമാമയോട് പ്രകടിപ്പിച്ചത്. അതാണ് തിരിച്ചിങ്ങോട്ടുള്ള സ്നേഹമായിട്ട് സുമാമയിൽ മാറിയത്. ആ ഒരു രാസപ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങോട്ടെടുത്ത് വീശിയത് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അല്ല, സുമാമയിൽ അതൊരു വലിയ സ്നേഹമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ അപ്പൊ സുമാമക്ക് പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹം വരുന്നു. ആ പെരുമാറ്റത്താൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നു. വിട്ടയച്ചാൽ സുമാമ അപകടകാരിയാണ് എന്നുള്ള ഒരു പേടിയും പ്രവാചകനില്ല. അതുകൂടി മനസ്സിലാക്കണം. ഈ പറയുന്ന പേടിയും ഈ പറയുന്ന റിപ്രസ്ഡ് ഇൻസ്റ്റിങ്സിലൊക്കെ പെടുമല്ലോ. പേടി കാരണമാണല്ലോ റിപ്രസ്ഡ് ആവുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ സുമാമ എന്ന് പറയുന്ന മനുഷ്യനെ വിട്ടയച്ചാൽ അയാൾ അപകടകാരിയാവും എന്നുള്ള ഒരു പേടിയുമില്ല എന്ന് കാണാൻ സാധിക്കും. സുമാമക്ക് മരണഭീതി ഉണ്ടായിരുന്നു. സുമാമയ്ക്ക് ഈ പറയുന്ന ഡെത്ത് ഡ്രൈവ് സുമാമയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതേസമയം പ്രവാചകന്റെ ഉദാരമായ പെരുമാറ്റവും മുസ്ലിങ്ങളുടെ സംസ്കാരവും കണ്ടതോടുകൂടി സുമാമയിൽ അത് അങ്ങോട്ട് മാറിപ്പോവുകയാണ്. സുമാമ മറ്റൊരു മനുഷ്യനായി മാറുകയാണ് എന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ ഒരിക്കലും നിയന്ത്രിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടേണ്ടത് പ്രാകൃത വാസനകളാലല്ല, മറിച്ച് ധാർമ്മിക ബോധത്താലാണ്. അതിന്റെ പ്രകാശനമായ ധാർമ്മികമായ ഇടപെടൽ, അതിൽ നിന്നുണ്ടാകുന്ന ധാർമ്മികമായ സൗന്ദര്യാനുഭൂതി, ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. നമ്മൾ നോമ്പ് നോറ്റ് വിശുദ്ധരായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പ്രകാശിതമാകേണ്ടത് ഇതാണ് എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് യേശുക്രിസ്തു പറഞ്ഞത് നമ്മൾ ഇടയ്ക്കിടെ വായിക്കാറുണ്ടല്ലോ. യേശുക്രിസ്തു പറഞ്ഞത് നമ്മളിങ്ങനെ വായിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വക വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഒരിക്കലും തന്നെ മനുഷ്യന്റെ വികാരങ്ങൾ എന്ന് പറയുന്നത് ഫ്രോയിഡ് കരുതുന്നത് ഇതുപോലെ ഒരു ഹാർഡ് വയേർഡ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് അല്ല. അത് അങ്ങേയറ്റം സ്ഥിരതയുള്ളതും അത് മാറ്റാൻ കഴിയാത്തതും അല്ല. അത് മാറ്റാൻ നമുക്ക് സാധിക്കും. പരിവർത്തനം സാധ്യമാണ്. പരിവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ. അതേസമയം അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്തവർക്ക് പടച്ചോൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു സമൂഹം സ്വയം തീരുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ പടച്ചോൻ അവരെ നിർബന്ധിച്ച് മാറ്റൂല. അപ്പൊ ആ തീരുമാനം എങ്ങനെ വരേണ്ടതാണ്? ആ തീരുമാനം ഇതേക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്ന് വരേണ്ടതാണ് എന്നാണ് കാണുന്നത്. മൂന്നാമതൊരു ഫിലോസഫി, അത് യഥാർത്ഥത്തിൽ എത്തിക്സ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. ചില താരതമ്യങ്ങൾ അതിൽ ഇസ്ലാമിക് ജസ്റ്റിസിന്റെ മറുഭാഗത്ത് വരുന്നത് ഇമ്മാനുവൽ കാന്റിന്റെ നീതി സങ്കല്പമാണ്. ഇമ്മാനുവൽ കാന്റിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ല ഈ പറയുന്നത്. പക്ഷെ ഇമ്മാനുവൽ കാന്റ് ശിക്ഷയിൽ വിശ്വസിച്ചിരുന്നു. ജസ്റ്റിസ് ആൻഡ് റെട്രിബ്യൂഷൻ, ശിക്ഷയിലൂടെ മാത്രമേ നീതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ശിക്ഷയുടെ ആധികാരികതയിൽ വിശ്വസിച്ച ഒരാളാണ് കാന്റ്. കാന്റിയൻ ഫിലോസഫി തന്നെ അതാണ്. അതേസമയം പ്രവാചകൻ സുമാമയെ ശിക്ഷയില്ലാതെ വിട്ടയക്കാൻ, ഇത്രയും വലിയ ഉപദ്രവങ്ങളൊക്കെ സ്വന്തം സമൂഹത്തിനും അനുയായികൾക്കും മേൽ ഏൽപ്പിച്ചിട്ടുള്ള സുമാമയെ പ്രവാചകൻ ശിക്ഷിക്കാതെ വിട്ടയക്കാണ്. കാന്റിയൻ ഫിലോസഫിക്ക് എതിരാണ് പ്രവാചകൻ പ്രവർത്തിച്ചത്. ഇപ്പൊ ഇസ്ലാമിന്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് കാന്റിയൻ നീതി സങ്കല്പത്തിന് എതിരായിട്ട് വരികയാണ്. അപ്പൊ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആശയത്തെ നിരാകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഖിസാസ് എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നതാണല്ലോ. കുറ്റം ചെയ്താൽ ഖിസാസ് ഉണ്ട്. പക്ഷെ ഖിസാസ് അവതരിപ്പിക്കുമ്പോഴും ഖുർആൻ പറയുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലുൽ അൽബാബ്. അപ്പോ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ല, മറിച്ച് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ്. എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നതിലൂടെ തീരുന്ന നടപ്പിലാകുന്ന ഒരു ജസ്റ്റിസ് അല്ല, മറിച്ച് നീതി പുനഃസ്ഥാപിക്കപ്പെടേണ്ട ഒന്നാണ്. പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ പൊറുക്കപ്പെടണം. അതുകൊണ്ടാണ് വധശിക്ഷ, കൊന്നവന് വധശിക്ഷ ആവശ്യപ്പെടുന്ന ഖുർആൻ തന്നെയും പക്ഷേ അവന്റെ സഹോദരൻ അവന് പുറത്തു കൊടുത്താൽ സാഹോദര്യം, ഉഖുവത്ത് സ്ഥാപിക്കുകയാണ്. കൊല്ലപ്പെട്ടവന്റെ അനന്തരാവകാശിയും കൊന്നവനും തമ്മിലുള്ള ഉഖുവത്ത് സ്ഥാപിച്ചിട്ട് സഹോദരൻ പുറത്തു കൊടുത്താൽ, എന്റെ ആരെങ്കിലും വാപ്പാനെയോ മറ്റോ ആരോ കൊന്നു, അപ്പൊ ആ കൊന്ന മനുഷ്യൻ എന്റെ സഹോദരനാണ് എന്ന് അള്ളാഹ് പറയുമ്പോൾ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ശിക്ഷയൊക്കെ ഉണ്ട്, വളരെ ശരിയാ, അത് ആവശ്യവുമാണ്, സമൂഹത്തിന്റെ ഭദ്രതക്ക് ആവശ്യമാണ്. പക്ഷെ ശിക്ഷ നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിട്രിബ്യൂഷനും ദയയും തമ്മിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഉണ്ടാകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പ്രതിക്രിയയേക്കാൾ ഫലം ചെയ്യൽ പൊറുക്കലാണ് എന്നുള്ളത്. അതാണ് ഇസ്ലാമിന്റെ അധ്യാപനവും. യഥാർത്ഥത്തിൽ ഉൻസുർ അഖാക ലാലിമൻ വ മദ്ലൂമൻ,
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉൻസുർ അഖാക ലാലിമൻ വ മദ്ലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിക്കുക, അവൻ ലാലിമാണെങ്കിലും മദ്ലൂമാണെങ്കിലും, അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും, പീഡകനാണെങ്കിലും പീഡിതനാണെങ്കിലും നീ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, പീഡിതനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മദ്ലൂമിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, എങ്ങനെ ഈ ലാലിമിനെ സഹായിക്കുക? പീഡകനെ മർദ്ദകനെ എങ്ങനെയാണ് സഹായിക്കുക? നിങ്ങളുടെ സമരം മർദ്ദനത്തിനെതിരാണ്, മർദ്ദിക്കുന്ന വ്യക്തിക്കെതിരെയല്ല. അവിടെ പേഴ്സണൽ റിവെഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ലെങ്കിൽ കാൻഡിയൻ ജസ്റ്റിസ് എന്ന് പറയുന്നത് പേഴ്സണൽ റിവെഞ്ചിലാണ് ആധാരമായിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നടപ്പാക്കുന്ന നിയമമൊക്കെ തന്നെയാണ്, നിയമവ്യവസ്ഥ തന്നെയാണെങ്കിലും അതിന്റെ ഒരു ബേസ് അതാണ്. അതേസമയം ഇത് അതല്ല. ഇവിടെ പേഴ്സണൽ റിവെഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നിങ്ങളുടെ ദ്വേഷം ലുൽമിനോടാണ്. ലുൽമില്ലാതാക്കുന്നതോടുകൂടി ലാലിമുൻ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഉൻസുർ അഖാക, നീ നിന്റെ സഹോദരനെ സഹായിക്കുക, അവൻ ലാലിമാണെങ്കിലും മദ്ലൂമാണെങ്കിലും എന്ന് പ്രവാചകൻ പറയുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. വജസാഉ സയ്യിഅത്തുൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഒരു അക്രമത്തിന്റെ പ്രതിവിധി തത്തുല്യമായിട്ടുള്ള അക്രമമാണ്. അതേസമയം ഫമൻ അഫ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ഒരാള് വിട്ടുകൊടുക്കുകയും അതോടൊപ്പം തന്നെ അസ്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ്. അങ്ങനെ അക്രമം കാണിച്ചിട്ടും അവനുമായിട്ട് പരസ്പര ബന്ധം നന്നാക്കുകയുമാണെങ്കിൽ അറിയണം അവന്റെ പ്രതിഫലം അല്ലാഹുവിങ്കലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള പ്രേരണകൾ അതൊരു വലിയ വിഷയമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പലപ്പോഴും ചരിത്രം തന്നെ, ഇപ്പോ ഏറ്റവും വലിയ ജനസൈഡ്, വംശീയ ഹത്യ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് റുവാണ്ട. റുവാണ്ടയില് 3 മാസം കൊണ്ട് 8 ലക്ഷം പേരെയാണ് കണക്കനുസരിച്ച് ഇത് പറയുമ്പോൾ തന്നെ ലേശം കുറവായിരിക്കുമല്ലോ, 8 ലക്ഷത്തോളം പേരെയാണ് കൊന്നുകളഞ്ഞത്. അത് ഹുദു നാഷണലിസ്റ്റുകൾ തുത്സി ഗോത്രത്തിൽപ്പെട്ടവർക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ജനസൈഡാണ്. പക്ഷേ പടച്ചോന്റെ ഒരു തീരുമാനം നോക്കിക്കൊള്ളും, ഇതിന്റെ അവസാനത്തിൽ ഹുദുക്കൾക്ക് അധികാരം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഗസയുടെയും ഫലസ്തീന്റെയും ഒക്കെ ഇന്നത്തെ അവസ്ഥ, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഇന്നത്തെ അവസ്ഥ, പടച്ച തമ്പുരാൻ എന്താ തീരുമാനിച്ചതെന്ന് പടച്ചോന് മാത്രമേ അറിയൂ. ഈ ഇത്രയും മാരകമായ അക്രമത്തിന് ശേഷം അക്രമികൾക്ക് പവർ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ വിചാരണ ചെയ്യപ്പെടുന്നു. ഇന്റർനാഷണൽ ട്രൈബ്യൂണലും മറ്റുമൊക്കെ വന്നു. അതേസമയം റുവാണ്ടന്റെ ഒരു സാധാരണ ഒരു പഞ്ചായത്ത് വിചാരണയൊക്കെ പോലത്തെ ഒരു വിചാരണ സംവിധാനം ഉണ്ടായിരുന്നു. ഈ കച്ചാച്ച ഗ്രാസ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അത് റൂട്ടുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കച്ചാച്ച കോടതി ഇവർക്ക് വിധിച്ചത് ഇവരെ കൊല്ലുകയും മറ്റേ ശിക്ഷിക്കുകയും നല്ല വേണ്ടത്. അവർ കൊന്നവര് മരിച്ചു, പക്ഷെ അതേസമയം അവർ നശിപ്പിച്ചിട്ടുള്ള തുത്സി ഗ്രാമങ്ങളും ജീവിതവുമുണ്ട്. അതൊക്കെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് അവർക്കുള്ള ശിക്ഷ. ഈ അക്രമികളോട് പറയാം, നിങ്ങൾ വന്നിട്ട് ഇതൊക്കെ വീണ്ടും ഉണ്ടാക്കുക. അങ്ങനെ അവർ പണി തുടങ്ങിയപ്പോൾ അവരുടെ കൂടെ ഹുദുക്കളും ചെന്ന് ചേർന്നതോടുകൂടി അവർക്കിടയിൽ ആ വൈജാത്യം ഇല്ലാതായി. പിന്നീട് മറ്റൊരു റുവാണ്ട, ഇന്ന് നിങ്ങൾ റുവാണ്ടയിൽ പോയി കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഏറ്റവും സമാധാനമുള്ള സ്ഥലമായിട്ട് അത് കാണാൻ സാധിക്കും. ഏറ്റവും സമാധാനമുള്ള സ്ഥലം, കാരണം അവിടെ യാതൊരു തരത്തിലുള്ള ദ്വേഷവുമില്ല. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് അതാണ് അവിടെ വർക്കൗട്ട് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം. എന്തായിരുന്നാലും പിന്നെ പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ട്, മാക്കിയവെല്ലിയൻ വേഴ്സസ് പ്രോഫിറ്റ്സ്. നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളതാണ്. ഭരണാധികാരിയുടെ മുൻഗണന തന്നെ പവർ ആൻഡ് സെക്യൂരിറ്റിയാണ് ഓവർ മൊറാലിറ്റി. ധാർമ്മികത കാത്തു സൂക്ഷിക്കാനല്ല, മറിച്ച് പവറും സെക്യൂരിറ്റിയുമാണ് ഭരണാധികാരിയുടെ മുൻഗണന. അയാളുടെ അഭിപ്രായത്തിൽ ഒരു ഭരണാധികാരിയെ മനുഷ്യരെ സ്നേഹിക്കാൻ പാടില്ല, മറിച്ച് പേടിക്കാനേ പാടുള്ളൂ. മേഴ്സി, ദയ എന്ന് പറയുന്നത് വീക്ക്നെസിന്റെ, ദൗർബല്യത്തിന്റെ അടയാളമായിട്ടാണ് മാക്കിയവെല്ലി രേഖപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. അതേസമയം കടുത്ത ശത്രുവിൽ നിന്ന് അടുത്ത മിത്രത്തെ സൃഷ്ടിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. കടുത്ത ശത്രുവിൽ നിന്ന് സുമാമ അപകടകാരിയായിരുന്നു. ഈ ബനു ഹനീഫ ഗോത്രം മുസ്ലിങ്ങൾക്ക് വല്ലാത്ത ഇടങ്ങേറുണ്ടാക്കിയ വിഭാഗമായിരുന്നു. പക്ഷെ അതങ്ങോട്ട് മാറിപ്പോയി. ഈ ഒരു 2-3 ദിവസം കൊണ്ട് അതങ്ങോട്ട് മാറിപ്പോയി. യുദ്ധം നടന്നിട്ടുണ്ടെങ്കിലും യുദ്ധം കൊണ്ടല്ല അത് മാറിയത്. അപ്പോഴിങ്ങനൊരു സംഗതിയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. 5ാമതൊരു സംഗതിയും കൂടി കാണാം, എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. സാർത്രന്റെ വശം, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് സുമാമയുടെ ചോയ്സ്. സാർത്തർ പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒരു വിധിയായിട്ട്, ഒരു ശാപമായിട്ട് കാണുന്ന ഒരാളാണ് സാർത്തർ. അതേസമയം വിധിയെയും ഇച്ഛാ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ ഒരു സന്തുലിതമായ സമീപനമുണ്ട്. അത് നമ്മൾ സംഭവങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സുമാമയിൽ വർക്ക് ചെയ്തതും അത് തന്നെയാണ്. സുമാമയുടെ ചോയ്സ്, സുമാമ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ സുമാമ സ്വതന്ത്രനായപ്പോ, സാർത്തർ പറയുന്നത് അങ്ങനല്ല. പിന്നെ സ്ക്രിപ്റ്റും അതുപോലെ പ്രോംപ്റ്ററും ഒന്നും ഇല്ലാതെ സ്റ്റേജിലേക്ക് എടുത്തെറിയപ്പെട്ട നടനെ പോലെയാണ് ഓരോ മനുഷ്യനും. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ സുമാമയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വഴി ക്ലിയർ ആയിരുന്നു, തിരഞ്ഞെടുക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ വളരെ കൃത്യമായ തിരഞ്ഞെടുപ്പ്, അത് അസ്തിത്വപരമായ പല പ്രശ്നങ്ങൾക്കും ഉത്തരമായി മാറുന്നു എന്നും നമ്മൾ കണ്ടു. ഇപ്രകാരം സംഭവങ്ങളെ അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും.
അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നോമ്പിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഗുണങ്ങളൊക്കെയും ചേർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കാലത്തിനാവശ്യമായിട്ടുള്ള ടൂളുകളും കരുക്കളും കൂടി ചേർത്തുകൊണ്ട് സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ അറിവാക്കിയിട്ടും നമ്മുടെ പ്രവർത്തനമാക്കിയിട്ടും നമ്മുടെ സംസ്കാരമാക്കിയിട്ടും ഓരോന്നിനെയും മാറ്റുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതിലെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ഭാഗം കൂടുതൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് പിന്നീട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.